നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? എങ്കിൽ ഈ ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ 1000 വട്ടം ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പലർക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ ഒരു പക്ഷേ കിട്ടിക്കാണുമായിരിക്കാം. പലർക്കും ഇന്നും ഉത്തരം അറിയാത്ത ചോദ്യങ്ങളായിരിക്കാം ഇത്. ചോദ്യം നമ്പർ 1: ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയതെങ്കിൽ, പരമജ്ഞാനിയാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവമെങ്കിൽ, എന്തുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ആദമിന് പാപം ചെയ്യാൻ കാരണമായ മരം ദൈവം അവിടെ കൊണ്ടുവച്ചു? ഒരു ചോദ്യമല്ലേ? ദൈവത്തിന് അറിയാമായിരുന്നു ആദം പാപം ചെയ്യുമെന്നുണ്ടെങ്കിൽ ദൈവം എന്തിനാണ് ഏദൻ തോട്ടത്തിൽ അങ്ങനെ ഒരു മരം കൊണ്ടുവച്ചതെന്നുള്ള ഒരു ചോദ്യമല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, പൊതുവെ ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന ദൈവം സ്നേഹത്തിൻ്റെ പര്യായ പദമായ ദൈവം ഒരു തെറ്റ് ചെയ്താൽ യഹൂദന്മാരുടെ നിയമപ്രകാരം 7 വട്ടം ക്ഷമിക്കണമെന്ന് പറയുമ്പം ദൈവം പറയുക 70 വട്ടം ക്ഷമിച്ചാലും പോരാ എന്നൊക്കെ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ നിർവചനമായ ദൈവം എന്തുകൊണ്ട് ഏദൻ തോട്ടത്തിൽ മനുഷ്യരാശി തന്നെ, അല്ലെങ്കിൽ ആദം ആദ്യമായി ചെയ്ത ഒരു പാപം ദൈവം ക്ഷമിച്ചില്ല? പകരം ശിക്ഷിച്ചു. ആദാമിനെ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പം ഇത് തമ്മിൽ ഒരു ഉപദേശ വൈരുദ്ധ്യം ഉണ്ടാകുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ടല്ലേ. മറ്റൊരു ചോദ്യം, എന്തിനാണ് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ഭൂമിയിൽ ഇറങ്ങി വരേണ്ടി വന്ന് ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് ക്രൂശിൽ യാഗമാകേണ്ടി വന്നത്? ദൈവം പരമ അധികാരമുള്ള ദൈവമാണെങ്കിൽ ദൈവത്തിന് ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് ദൈവത്തിന് അത് കഴിയുന്നില്ല? ദൈവത്തിന് ഇത്രയും കഷ്ടപ്പാടൊക്കെ ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിക്കുകയൊക്കെ വേണോ ദൈവത്തിന്? അല്ലാതെ ക്ഷമിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം ദൈവമാണോ? ദൈവത്തിൻ്റെ പരമാധികാരം ഒരു അധികാരമാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ബൈബിളിൻ്റെ ഉപദേശങ്ങൾ, ബൈബിളിൻ്റെ ആശയങ്ങൾ മനസ്സിൽ ഉള്ള ആളുകളുടെ എല്ലാവരുടെയും ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇന്നത്തെ ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിൻ്റെ ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങളെല്ലാം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ആൻസർ ചെയ്യുകയാണ്. ഏറ്റവും സിംപിളസ്റ്റ് വേയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഈ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യുകയാണ്. ക്രോസ് ടോക്ക് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. നമ്മളുടെ മുന്നിൽ എന്തുകൊണ്ട് ദൈവം ആദമിനോട് ക്ഷമിച്ചില്ല? എന്തുകൊണ്ട് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ആദം പാപം ചെയ്യാൻ കാരണമായ മരം അവിടെ കൊണ്ടുവച്ചു? എന്തുകൊണ്ട് പരമാധികാരമുള്ള പരമജ്ഞാനിയായ എല്ലാത്തിനെയും ഒരു വാക്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കിയ ദൈവത്തിന് മനുഷ്യൻ്റെ പാപം ക്ഷമിക്കാൻ വേണ്ടി മാത്രം ഭൂമിയിൽ വന്ന് കാൽവറിയിലൊക്കെ മരിക്കേണ്ടി വന്നു? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉത്തരം കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം 1 1 2 എന്ന് പറയുന്ന പോലെ നേരെ അങ്ങ് പറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കത്തില്ല. മറിച്ച് ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ബൈബിൾ എന്ന ബൈബിളിൻ്റെ ആകത്തുക. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായി ബൈബിൾ മുഴുവൻ എന്താണ് എന്ന് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരവും ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോ കഴിയുമ്പോൾ എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ആ കഥ നിങ്ങൾ മറന്നു പോകരുത്. ആ കഥയുടെ ആകത്തുകയിൽ നിന്ന് നമ്മളൊരു ഉപദേശമുണ്ടാക്കി മാറ്റിവെക്കും. അതിൽ നിന്നാണ് നമ്മൾ തുടർന്നുള്ള മുഴുവൻ ഡിസ്കഷനും കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം കഥ പറയാൻ പോവുകയാണ്, നിങ്ങൾ കൂടെ ഉണ്ടാകണം. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ നീതിമാനായിട്ടുള്ളൊരു രാജാവ്. ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്, നീതിമാനായ ഒരു രാജാവ്. അപ്പോൾ ആ രാജാവിന് ഒരു മകൻ ജനിച്ചു, രാജകുമാരൻ. പക്ഷേ രാജകുമാരനെ രാജാവിനെ അറിയാവുന്ന പോലെ എന്തില്ല, ആ നാട്ടിലെല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഈ രാജകുമാരൻ ആ രാജ്യത്ത് ഇറങ്ങിപ്പോയി പ്രജകൾ ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. ഇങ്ങനെ കളിക്കുന്ന കൂട്ടത്തിൽ രാജകുമാരൻ എറിഞ്ഞ ഒരു പന്ത്, ഒരു ബോൾ ചെന്നുകൊണ്ട് ഒരു പ്രജയുടെ കാറിൻ്റെ ചില്ല് പൊട്ടി. ഓക്കെ, കാറിൻ്റെ ചില്ല് പൊട്ടിയപ്പം പ്രജയ്ക്കറിയില്ലല്ലോ ഇത് രാജകുമാരനാണെന്ന്. ഇപ്പോൾ പ്രജ വന്നു, വളരെയധികം ദേഷ്യപ്പെട്ടു രാജകുമാരനോട്. കാറിൻ്റെ ചില്ല് പൊട്ടി, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പം രാജാവ് എന്ത് ചെയ്തു? ഇതറിഞ്ഞ് അവിടെ ഇറങ്ങി വന്നു. അപ്പോൾ രാജാവിനെ കണ്ടപ്പോഴേ എന്തു പറ്റി? പ്രജയാകെ പേടിച്ചു പോയി. അയ്യോ, രാജാവിൻ്റെ മകനായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ
പേടിച്ച് നിൽക്കുകയാണ്. അപ്പം രാജാവിനെ കണ്ടപ്പോൾ തന്നെ പ്രജ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒരു രാജകുമാരനായിരുന്നു, ഒരു ചെറിയ ഗ്ലാസ് അല്ലേ പൊട്ടിയത്, ഞാനത് ടേക്ക് കെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് പ്രജ പിൻവാങ്ങാൻ ശ്രമിച്ചു. അപ്പോൾ രാജാവ് വന്നു, എന്ത് ചെയ്തു? രാജകുമാരനെ സംരക്ഷിച്ച് രക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് സാധാരണ കഥയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നീതിമാനായ ഒരു രാജാവാണിത്. അപ്പോൾ രാജാവ് വന്നിട്ട് പ്രജയോട് പറയുകയാണ്, എൻ്റെ മകനാണ്, ഏറ്റവും സൗമ്യമായി പറയുകയാണ്, എൻ്റെ മകനാണ്, നീ ക്ഷമിച്ചു കള എന്ന് പറഞ്ഞാൽ പോലും അവിടെ നീതി ഉണ്ടാവുന്നില്ല. കാരണം എന്ത്? ഗ്ലാസ് പൊട്ടിയ പ്രജയുടെ ഗ്ലാസ് പൊട്ടി തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ നീതി വരണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? രാജാവ് ആദ്യം വന്ന് ആ പൊട്ടിയ ഗ്ലാസ്സിന് എത്ര രൂപയാണോ ആ പൈസ എന്ത് ചെയ്യണം? ആ പ്രജയ്ക്ക് കൊടുക്കണം. എന്നിട്ട് ആ പ്രജയോട് പറയുകയാണ്, നിന്റെ ഗ്ലാസ് എല്ലാം ശരിയായല്ലോ. എന്നിട്ട് രാജകുമാരനോട് പറയുക, നീ പൊട്ടിച്ചതിൻ്റെ പെനാൽറ്റി അല്ലെ അതിന് കൊടുക്കേണ്ട തുക ഞാൻ പേ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇപ്പം നീ ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് രാജകുമാരനെ കൊണ്ട് എന്ത് ചെയ്തു? രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇതാണ് കഥ. അപ്പം ഇതിൻ്റെ അകത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? രാജാവ് എന്തായിരുന്നു? നീതിമാനായ രാജാവായിരുന്നു. അപ്പം രാജാവ് വന്നിട്ട്, രാജാവിന് അധികാരമുണ്ട് പ്രജയോട് പറയാൻ, എന്ത്? ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മകനെ നീ ക്ഷമിക്കണം എന്ന് കൽപ്പിക്കാൻ പോലും രാജാവിന് അധികാരമുണ്ട്. പക്ഷെ അത് ചെയ്താൽ നീതി അവിടെ എന്താകുന്നില്ല? ബാലൻസ് ആകുന്നില്ല. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ ആക്ച്വൽ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. നോക്കൂ, നമുക്ക് ബൈബിളിലേക്ക് നേരെ വരാം. നമ്മളുടെ എന്താണോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണേ. നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകണം. ഓക്കെ, നമ്മൾ ഉൽപ്പത്തി 1:1 എങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്? ആദിയിൽ ദൈവം, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ്. ഇംഗ്ലീഷിൽ ഹെവൻസ് ആൻഡ് ദ എർത്ത് എന്നാണ്, സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ഹീബ്രുവിലും സ്വർഗങ്ങൾ എന്നൊരു പദം തന്നെയാണ് ബെറഷീത്ത് ബാറ എലോഹീം എറ്റ് ഹ ഷമായീം വയേറ്റ് ഹ അറേറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആകാശം എന്നല്ല, സ്വർഗങ്ങൾ എന്ന അർത്ഥം വരുന്ന ഒരു പദം തന്നെയാണ് ഷമായീം. ഷമായീമിന് ആകാശം എന്നും ഒരു അർത്ഥം ഹീബ്രുവിലുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻസിലൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നത്. അതൊക്കെ പോകട്ടെ. അപ്പം നോക്കി, ആരംഭത്തിൽ ദൈവം എന്ത് ചെയ്തു? ആകാശവും സ്വർഗങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു. അപ്പം നോക്കൂ, നമ്മൾ ഈ ഉൽപ്പത്തി 1:1 നിന്ന് ഈ കോണ്ടക്സിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഇച്ചിരി ബാക്കിലോട്ട് കൊണ്ടുപോവാണേ. നിങ്ങളൊന്ന് കൂടെ നിൽക്കണേ. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഞാൻ പറയാം, നിങ്ങളൊന്ന് കൂടെ നിൽക്കണം. ഒന്ന് ചിന്തിച്ചേ, ദൈവം ആദ്യം എന്ത് ചെയ്തു? ദൈവം ഉണ്ട്, ഭൂമിയില്ല, ആകാശമില്ല, ഒന്നുമില്ല, ദൈവം മാത്രമുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് അറിയാവോ? ദൈവത്തിന് ചുമ്മാ ഒരു വാക്ക് പറഞ്ഞാൽ എന്തിനും സൃഷ്ടിക്കാവുന്ന ദൈവമാണല്ലോ അല്ലേ? അപ്പോൾ ദൈവം എന്ത് ചെയ്തു? കുറേ ദൂതന്മാരെ സൃഷ്ടിച്ചു. അപ്പോൾ ദൂതന്മാർക്കൊക്കെ പല പർപ്പസ് ആയിരുന്നു. ദൈവത്തിന് പാടുന്ന ദൂതന്മാരുണ്ടായിരുന്നു, മെസ്സേജ് കൊണ്ടുപോകുന്ന ദൂതന്മാരുണ്ടായിരുന്നു, ദൈവത്തിന് സേവ ചെയ്യുന്ന ദൂതന്മാരുണ്ടായിരുന്നു. അങ്ങനെ പല ജോലിയുള്ള പല ദൂതന്മാരെ സൃഷ്ടിച്ചു. ഓക്കെ, ഈ ദൂതന്മാർ ദൈവമായിട്ട് ഒരു സാദൃശ്യവുമില്ല കേട്ടോ, വേറൊരു ക്രിയേഷൻ ഓൾ ടുഗദർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു മനുഷ്യനാണല്ലേ, ഒരു കാര്യം ഉണ്ടാക്കുക, ഒരു സൃഷ്ടി ഉണ്ടാക്കുക, ഒരു സൈക്കിൾ ഉണ്ടാക്കി. ആ സൈക്കിളിൽ ഞാൻ തമ്മിലൊരു ബന്ധവും ഇല്ലല്ലേ, ഞാനൊരു മനുഷ്യൻ, അതൊരു സൈക്കിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു സൃഷ്ടി ഉണ്ടാക്കി. അങ്ങനെ ഒരു സൃഷ്ടിയായിരുന്നു ദൂതൻ. അപ്പോൾ ഈ ദൂതൻ എന്തുണ്ടായിരുന്നോ? ദൈവം വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആക്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പം ഒരു ദിവസം ഒരു ദൂതന് തോന്നി, എന്തുകൊണ്ട് എനിക്ക് ദൈവത്തിനേക്കാൾ മുകളിലെത്തിക്കൂടാ, അല്ലെ എന്തുകൊണ്ട് എനിക്ക് ദൈവത്തെ പോലെ ആയിക്കൂടാ എന്ന് ഒരു ദൂതൻ ചിന്തിച്ചു. അപ്പോൾ ആ ദൂതൻ ചിന്തിച്ചപ്പം ആ ദൂതൻ പാപം ചെയ്തു എന്ന് മാത്രമല്ല, ആ ദൂതൻ സ്വർഗത്തിലുള്ള അനേക ദൂതന്മാരെ കൂടി എന്ത് ചെയ്തു? പാപം ചെയ്യിപ്പിച്ചു ഈ തോട്ടുകൊണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ ദൂതനെ സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെ കളഞ്ഞു എന്നൊക്കെ നമ്മൾ പല പ്രവചന പുസ്തകങ്ങളിലൊക്കെ അവിടെ ഇവിടെയുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് എപ്പോൾ സംഭവിച്ചതാണെന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഈ ക്രോണോളജി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പം നോക്കി, ഈ കാര്യം സംഭവിച്ചു. അപ്പോൾ ഇപ്പം എന്തില്ല? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ അതിലേക്ക് പിന്നീടാണ് വരുന്നത്. അപ്പം നോക്കി, സ്വർഗത്തിൽ ആക്സസ് ഉണ്ടായിരുന്ന, സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? വളരെ നീതിമാനായ ദൈവം താമസിക്കുന്ന സ്ഥലമാണേ. ആ വാക്ക് വീണ്ടും നിങ്ങൾക്ക് മനസ്സിൽ വെക്കണം, നീതിമാനായ ദൈവം. നമുക്ക് ഈ വിഷയങ്ങളെയെല്ലാം ഡോക്ട്രിൻ ഓഫ് ഗോഡ്
പഠിക്കുമ്പോൾ അതിലെ ഏത് ആസ്പെക്റ്റ് വെച്ചിട്ടും ഈ വിഷയങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് നീതി, ജസ്റ്റിസ് എന്ന ഒറ്റ വിഷയത്തെ, റൈച്ചസ്നെസ് അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന ഒറ്റ വിഷയത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇത് മുഴുവൻ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നീതിമാനായ ദൈവം ജീവിക്കുന്ന സ്വർഗത്തിൽ ഒരു സ്പിരിറ്റ് ബീയിങ് ആയിട്ടുള്ള ദൂതന്മാരെ ഉണ്ടാക്കി. അവർക്കൊരു വീഴ്ച സംഭവിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു സ്കോപ്പേ ഉള്ളായിരുന്നു. അവർ വിചാരിച്ചു, ഞങ്ങളിപ്പോൾ ദൈവം ഇരിക്കുന്ന സ്വർഗത്തിൽ എന്തുണ്ട്, ഞങ്ങളും ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് ഇതിനു മുകളിൽ കയറാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി. അതെന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ദൈവം അവരെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? സ്വർഗത്തിൽ ആക്സസ് കൊടുത്തു. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചു, ഞങ്ങൾക്ക് ഇതിന് മുകളിൽ കയറാൻ കഴിയില്ലേ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായി. അപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. കുറേ കാലങ്ങൾ കഴിഞ്ഞു, എത്ര കാലമെന്ന് നമുക്കറിയില്ല, എന്തുമായിക്കോട്ടെ. പിന്നീട് ദൈവം തോന്നി, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു കർത്താവിന് അനേക കൂട്ടുകാരെ വേണം, അനേക സഹോദരങ്ങളെ വേണം, ദൈവത്തിൻ്റെ സ്നേഹം ഷെയർ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദൈവം ഒരു സ്പെഷ്യൽ ബീയിങ്ങിനെ ഉണ്ടാക്കി. അതാണ് മനുഷ്യൻ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പകരാൻ വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാൻ വേണ്ടി ദൈവം ദൂതനെ ഉണ്ടാക്കിയപ്പം സ്വന്തം രൂപത്തിലല്ല ദൈവം ഉണ്ടാക്കിയത്. സ്വരൂപം എന്ന് പറയുമ്പോൾ ഈ ഫിസിക്കൽ ബീയിങ് മാത്രമല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിൻ്റെ ബീയിങ് പോലെ ദൈവം ദേഹം, ദേഹി, ആത്മാവ് എന്ന ആ അതേ ട്രിനിറ്റിയുടെ അതേ രൂപത്തിൽ, അതേ കോൺസെപ്റ്റിൽ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ ഉണ്ടാക്കി. അപ്പം മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പം ദൈവത്തിന് എന്താണ് വേണ്ടത്? എറ്റേണിറ്റി, നിത്യമായിട്ട് ഈ മനുഷ്യൻ്റെ കൂടെ എന്ത് ചെയ്യണം? ദൈവത്തിന് സ്വസ്ഥമായിട്ട് വാഴണം, സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. അപ്പം ദൂതനെ പണ്ടുണ്ടാക്കിയപ്പം ദൂതൻ എന്ത് ചെയ്തു? ദൂതൻ്റെ ഒരു ചിന്തയുണ്ടായി, ദൈവത്തിന് മുകളിൽ എനിക്കായിക്കൂടെ എന്നൊരു ചിന്തയുണ്ടായി. പക്ഷേ മനുഷ്യൻ ഒരിക്കലും അത് സംഭവിക്കരുത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൂതനെ ശിക്ഷിച്ചു. അപ്പോഴേ ശിക്ഷ കൊടുത്തു, കളഞ്ഞു. ദൂതനെ ആ വീണുപോയ ദൂതന്മാരെ ഓൾറെഡി ദൈവം ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിധിച്ചിട്ടിരിക്കുകയാണ്. അവർക്കൊരു റിഡംഷനും ഇല്ല. അവരെ വീണ്ടെടുക്കുന്നതിനെ പറ്റി ദൈവം ആലോചിക്കുന്ന പോലുമില്ല. പക്ഷെ മനുഷ്യനെ ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചു, സ്വന്തം രൂപത്തിലുണ്ടാക്കി, സാദൃശ്യത്തിൽ ദൈവം ഉണ്ടാക്കി. അത്രയ്ക്ക് ആഴമായി മനുഷ്യനെ ദൈവം സ്നേഹിച്ചത് കൊണ്ട് ദൈവത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ വേണമായിരുന്നു. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ മനുഷ്യൻ നശിച്ചു പോകരുത്. മനുഷ്യൻ്റെ കൂടെ നിത്യമായി വാഴുമ്പം ദൂതന് പറ്റിയ പോലൊരു അബദ്ധം എന്ത് ചെയ്യരുത്? മനുഷ്യന് പറ്റരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിലാണ് ദൈവം എന്ത് ചെയ്തത്? മനുഷ്യരാശിയെ തന്നെ ഉണ്ടാക്കിയത്. അപ്പം നോക്കിയേ, ആദാമിനെ ദൈവം ഉണ്ടാക്കി, മനുഷ്യരാശിയെ ഉണ്ടാക്കി. അപ്പം നേരെ ദൈവം കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനെ സ്വർഗത്തിൽ അങ്ങ് വെച്ചു. എറ്റേണിറ്റി അങ്ങ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. നിത്യത ദൈവം അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് മനുഷ്യനെ കൊണ്ട്. ദൂതന് സംഭവിച്ച ഒരു വീഴ്ച മനുഷ്യന് സംഭവിക്കാം. മനുഷ്യൻ എന്ത് ചിന്തിക്കാം? ഞാൻ ഇതിനൊക്കെ യോഗ്യനാണല്ലേ, ഞാൻ ഓൾറെഡി സ്വർഗത്തിലാണല്ലോ, ദൈവത്തിൻ്റെ കൂടെയാണ് വസിക്കുന്നത്, അപ്പം ഞാൻ എന്തോ വലിയ ആളാണ്, എനിക്കും ദൈവത്തെക്കാൾ മുകളിൽ പൊക്കൂടെ എന്നൊക്കെ ചിന്തിക്കാം, സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. പക്ഷെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്തു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി, മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തു. അതായത് മനുഷ്യന് ചൂസ് ചെയ്യാം, നന്മയോ തിന്മയോ അവൻ്റെ കാര്യങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഫ്രീ വില്ല് ദൈവം കൊടുത്തു. അപ്പം ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ ആദാം പാപം ചെയ്യുമെന്ന്? ദൈവത്തിന് ഡെഫിനറ്റായിട്ടും അറിയാമായിരുന്നു ആദം പാപം ചെയ്യുമെന്നും ആദം എന്ത് ചെയ്യും, ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പം അത് അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം അതവിടെ വെച്ചത്. എന്തിന്? നോക്കൂ, ആദം എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പം ദൈവം വന്നിട്ട് ഇനിയും $multi-million ക്വസ്റ്റ്യൻ, ദൈവത്തിന് എന്തുകൊണ്ട് ക്ഷമിച്ചു കൂടായിരുന്നു ആദമിനോട്? അപ്പം നമ്മൾ ദൈവം അങ്ങ് ക്ഷമിച്ചു എന്നുള്ള കോണ്ടെക്സ്റ്റ് നമുക്കിപ്പോൾ എടുത്ത് ചിന്തിക്കാം. ദൈവം വന്നിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ള മോനെ, ആ സാരമില്ല, ഞാൻ നിന്നോട് അങ്ങ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ ആദം പിടിച്ചു നിൽക്കാം, പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇനി അത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം. പക്ഷെ അങ്ങനെ പിടിച്ചു നിന്നാൽ നാളെ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആദാമിനൊരു പ്രൗഡുണ്ട്. എന്ത്? ഞാനിത് കഴിക്കാതെ പിടിച്ചു നിന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത ആദാമിൻ്റെ മനസ്സിലുണ്ടാകും. മനസ്സിലായോ? അതിനെയാണ് സ്വയനീതി എന്ന് പറയുന്നത്. അപ്പം
ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ, അതിനീതിമാനായ ദൈവത്തിൻ്റെ മുന്നിൽ ആദാം നിൽക്കുമ്പം ആദാമിൻ്റെ ഉള്ളിൽ ഒരു സ്വയം നീതി ഡെവലപ്പാകും. ഞാൻ പഴം കഴിക്കാതെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അതിനെയാണ് സ്വയനീതി എന്ന് പറയുന്നത്. പക്ഷെ ആ നീതി പോരാ ഏറ്റവും നീതിമാനായ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ. അപ്പം അതുകൊണ്ട് എന്തില്ല, അന്നേരം ആദാമിനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ദൈവം ക്ഷമിച്ചായിരുന്നെങ്കിൽ ആദാം എന്ത് ചെയ്യും? സ്വയനീതി എന്ന ഏറ്റവും വലിയ പ്രോബ്ലത്തിലേക്ക് കൂപ്പുകുത്തുകയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ദൈവം ഒന്ന് ക്ഷമിക്കാഞ്ഞത്. രണ്ട്, ദൈവം, ഞാൻ പറഞ്ഞ ആദ്യത്തെ രാജാവിൻ്റെ കഥ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ദൈവം നീതിമാനായ ദൈവമാണ്. ദൂതൻ പാപം ചെയ്തപ്പം ദൂതനെ എന്ത് ചെയ്തു? ദൈവം ശിക്ഷിച്ചു. അപ്പം അന്ന് ദൈവം ഒരു നിയമം എഴുതി വെച്ചു. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. ഓക്കെ, മരണം എന്ന വാക്കുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള വിയോഗം, അതായത് ജീവനില്ലാത്ത അവസ്ഥ. ജീവൻ എന്താണ്? യേശു കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ്. ആ ജീവൻ എന്താണ്? ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ദൈവീക മഹത്വത്തിലേക്ക്, ദൈവീക കമ്മ്യൂണിക്കേഷനിലേക്ക് വീണ്ടും എത്തുകയാണ്. അപ്പം നോക്കിക്കേ, ദൂതൻ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. അപ്പം നീതിമാനായ ദൈവമായതുകൊണ്ട് തന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോഴും എന്ത് ചെയ്യണം? ദൈവം ശിക്ഷിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി അവിടെ എന്ത് ചെയ്യുകയാണ്? ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, അന്ന് ദൈവം ഒരു നിയമം എഴുതിയല്ലേ? പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. അപ്പോൾ പാപം ചെയ്തെങ്കിൽ ഒരു മരണം അവിടെ ഉണ്ടാവണം, അതിൻ്റെ ശമ്പളമായിട്ട്, അല്ലേ? അപ്പം നോക്കിക്കേ, മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. അപ്പം മനുഷ്യൻ പാപം ചെയ്തു. ദൈവം എന്തുകൊണ്ടാണ് ആദാമിനെ ശിക്ഷിക്കാഞ്ഞതെന്നും ക്ഷമിക്കാഞ്ഞതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അല്ലേ? ആദാമിനോട് അന്ന് ക്ഷമിച്ചായിരുന്നെങ്കിൽ ആദാം എന്ത് ചെയ്യും? പിറ്റേ ദിവസം മുതൽ ഏറ്റവും വലിയ സ്വയനീതിക്കാരനാകും. ഓരോ ദിവസവും ആദാമിൻ്റെ കഴിവ് കൊണ്ട് ആദാം പാപം ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആദാമിൻ്റെ കഴിവ് കൊണ്ട് ആദാം ഇത് ചെയ്യാതിരുന്ന് ആദാമിൻ്റെ ഉള്ളിലെ നീതി ഇങ്ങനെ വളർന്നു വരും. അയ്യോ, ഞാനിത് ചെയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. ആ നീതി എനഫല്ല ഏറ്റവും വലിയ നീതിമാനായ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ. അപ്പം അത് കഴിഞ്ഞു. അപ്പം ഇനി എന്താണ് വേണ്ടത്? ഇനിയും വേണ്ടത് ഇതിൽ നിന്നൊരു റിഡംഷനാണ് വേണ്ടത്. അപ്പോൾ നോക്കിക്കേ, പാപത്തിൻ്റെ ശമ്പളം മരണമാണേ. അപ്പോൾ അതെന്ത് വേണം? പേ ചെയ്തേ ഒക്കത്തുള്ളൂ. ആദ്യത്തെ കഥ ഓർമ്മയുണ്ടല്ലോ? രാജാവിൻ്റെ മകൻ വന്നിട്ട് ഗ്ലാസ് തല്ലി പൊട്ടിച്ചു. അപ്പം വന്നിട്ട് ഇനി അവനോട് ക്ഷമിക്കണമെങ്കിൽ, ക്ഷമിച്ചു എന്ന് പറയണമെങ്കിൽ അതിനൊരു പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റി കൊടുക്കണം. ആ തല്ലി പൊട്ടിച്ച ഗ്ലാസിൻ്റെ വില കൊടുത്തെങ്കിൽ മാത്രമേ അവനോട് നീ ഇപ്പോൾ ഫ്രീ ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ആ പെനാൽറ്റി കൊടുക്കാനാണ് സാക്ഷാൽ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നത്. അപ്പം നോക്കിക്കേ, വേറൊരു ചോദ്യം അവിടെ, പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ആദാം എന്ന ഒരു മനുഷ്യൻ ചെയ്ത പാപം മുഴു ലോകത്തോടും സകല മനുഷ്യരോടും എന്തിനാണ് ദൈവം കണക്കിട്ടത് എന്നുള്ള ഒരു ചോദ്യം കൂടെ അവിടെ ബാക്കിയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ നീതിയാണ് അവിടെയും വർക്കാകുന്നത്. ആദാം എന്ന മനുഷ്യൻ, ഒരു മനുഷ്യൻ്റെ പാപം സകല മനുഷ്യരോടും ദൈവം കണക്കിട്ടത് കൊണ്ടാണ് യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ പ്രായശ്ചിത്തം, യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ നേടിയെടുത്ത പ്രായശ്ചിത്തം സകല മനുഷ്യരോടും ദൈവത്തിന് കണക്കിടാൻ പറ്റുന്നത്. എല്ലാത്തിലും ദൈവം എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ പ്ലാനോ പദ്ധതിയോ ഒന്നും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. പക്ഷേ ഇത് നമ്മളുമായിട്ട്, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ദൈവം നമുക്കിത് ബൈബിളിൽ തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ് പല ഭാഗങ്ങളിലായി. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നോക്കിക്കേ, ആദാമിനോട് അതുകൊണ്ട് ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റില്ല. പകരം എന്തുണ്ട്? ഒരു പെനാൽറ്റി ഉണ്ട്. മാത്രമല്ല, അങ്ങനെ ക്ഷമിച്ചാൽ ആദാം എന്തുണ്ട്? സ്വയനീതിയിൽ കൂപ്പുകുത്തുകയും ചെയ്യും. അപ്പോൾ ഇനി ആദാമിൻ്റെ നീതി വളരാതെ ആദാമിനെ എന്ത് ചെയ്യണം? ഒരു റിഡംഷൻ പ്ലാനിൽ കൂടി ദൈവത്തിന് നേടിയെടുക്കണം. അതിനാണ് ഏകജാതനായ പുത്രൻ ഭൂമിയിൽ ഇറങ്ങി വന്നു. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്തിനാണ് ദൈവം അത്രയും കഷ്ടപ്പെട്ട് മരിക്കുകയൊക്കെ ചെയ്യുന്നത്? അല്ലേ? മരിക്കുന്നത് അങ്ങ് ഒഴിവാക്കി കൂടായിരുന്നു? ദൈവത്തിന് അത്രയും കഷ്ടപ്പെടാതെ ദൈവത്തിന് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? പക്ഷേ നോക്കി, ഇതിൻ്റെ മറുപടി യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്നല്ലേ? മനുഷ്യനെ ദൈവം അത്രയും സ്നേഹിച്ചു എന്നാണ് ദൈവം അതിൽ കൂടി കാണിച്ചു തരുന്നത്. അപ്പം ദൈവം
കാണിച്ച് തരികയാണ്. ഞാൻ എൻ്റെ ജീവൻ നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരെ, എൻ്റെ ഏറ്റവും നല്ല സഹോദരന്മാരെ, എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ ജീവൻ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ ആ ജീവൻ തന്നിട്ടാണ് നിങ്ങളെ വീണ്ടെടുക്കുന്നത് എന്നൊരു നിയമം ദൈവം ആദിക്ക് മുമ്പേ എഴുതി വെച്ചു. എന്തിന്? മാനവരാശിയെ മുഴുവൻ ദൈവത്തിന് കാണിക്കണമായിരുന്നു. എൻ്റെ ജീവൻ തരുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. എന്തിന്? മാനവരാശിയെ വീണ്ടെടുക്കാൻ. അപ്പം നോക്കിയേ, പാപത്തിൻ്റെ ശമ്പളം എന്തായിരുന്നു? മരണമായിരുന്നു. ആ മരണം കാൽവറിയിൽ കർത്താവ് വഹിച്ച് എന്ത് ചെയ്തു? പെനാൽറ്റി കൊടുത്തു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗ്ലാസ് തല്ലി പൊട്ടിച്ചതിൻ്റെ പൈസ എന്ത് ചെയ്തു? കൊടുത്തു. അപ്പം ഇപ്പം ഇനി എന്താണ്? ആ ചെറുക്കനോട്, രാജകുമാരനോട്, മോനെ നിൻ്റെ പെനാൽറ്റി ഞാൻ പേ ചെയ്തു, നീ ഫ്രീ ആണെന്ന് പറയുന്നത് പോലെ ആദമിനോട് എന്ത് പറയാം? നീ ചെയ്ത പാപത്തിൻ്റെ പെനാൽറ്റി ഒരാൾ കൊടുത്തിട്ടുണ്ട്, ഇനി നീ ഫ്രീ ആണെന്ന് പറയാം. ഇത് പറയുമ്പം എന്തു പറ്റി? ആദം എന്ത് ചെയ്യും? ഫ്രീ ആയി. അപ്പം ഇനിയും ഈ ആദത്തിനെ എന്ത് ചെയ്യാം? സ്വർഗത്തിൽ കൊണ്ട് നിർത്താം. സ്വർഗത്തിൽ കൊണ്ട് നിർത്തുമ്പം ഇനി ഈ ആദത്തിന് എന്തെങ്കിലും പ്രശംസയുണ്ടോ? ഇല്ല. പണ്ട് ദൂതന് പറ്റിയ ഫോൾട്ട് എന്തായിരുന്നു? ദൂതൻ ചിന്തിച്ചു, ഞാൻ ദൈവത്തിന് മുകളിൽ പോയാലോ എന്ന്. പക്ഷെ ഇനിയും മനുഷ്യനെ ഈ റിഡംഷൻ പ്ലാനിൽ, ഈ രക്ഷാ പദ്ധതിയിൽ വിശ്വസിച്ച് അതിൽ ഭാഗവാക്കായി നിത്യതയിലെത്തുന്ന ഒരു മനുഷ്യനും എന്തില്ല? പ്രശംസയ്ക്ക് ഒരു വകയുമില്ല. ഒറ്റ പ്രശംസയുള്ളൂ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ കുഞ്ഞാടേ അങ്ങ് യോഗ്യൻ. അതല്ലാതെ ഒരു പ്രശംസയുമില്ല. അതുകൊണ്ട് തന്നെ ദൂതൻ വീണ പോലെ റിഡംഷൻ പ്ലാനിൽ കൂടി നിത്യതയിലെത്തുന്ന മനുഷ്യർ ഒരിക്കലും വീഴില്ല. കാരണം അവർക്ക് പ്രശംസിപ്പാൻ ഒരു വഴിയുമില്ല. ക്രൂശും ക്രൂശിലെ കുഞ്ഞാടുമല്ലാതെ ഒരു മനുഷ്യനും ഒരു പ്രശംസയും ഭൂമിയിലോ നിത്യതയിലോ എങ്ങും ഇല്ല. അപ്പം നോക്കിയാൽ ദൈവത്തിൻ്റെ പ്ലാൻ എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലാനാണല്ലേ. ദൂതനെ ദൈവം ഇത്രയും സ്നേഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു റിഡംഷൻ പ്ലാൻ ഒന്നും ദൂതന് വേണ്ടി ദൈവം ഉണ്ടാക്കിയില്ല. മറിച്ച് മനുഷ്യനെ ദൈവം അത്രയും സ്നേഹിച്ചിട്ട് ദൈവം എത്ര ബ്രില്യൻ്റ് ആണ് ഈ പ്ലാൻ എന്നൊക്കെ നമുക്ക് ഒരു മനുഷ്യൻ കോംപ്രിഹെൻഡ് ചെയ്യുന്നത് തന്നെ ഇത്രയും ബ്രില്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ കഴിയാത്തതൊക്കെ എത്ര അധികമായിരിക്കും ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഇത്രമേ ഉള്ളൂ ബൈബിളിൻ്റെ മുഴുവൻ അംശവും. മനുഷ്യനെ ഉണ്ടാക്കുന്നു, മനുഷ്യൻ സ്വയനീതിയിൽ വീണു പോകാതെ ദൈവത്തിൻ്റെ നീതിയിൽ നിത്യതയിലെത്താൻ, എറ്റേണലായി ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ വേണ്ടി ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ പ്രകാരം തൻ്റെ ഏകജാതനായ പുത്രൻ ഭൂമിയിൽ വന്നു, ക്രൂശിൽ മരിച്ചു. ആ റിഡംഷൻ നമുക്കെല്ലാവർക്കും കാട്ടിത്തന്നു. ഇനിയും തന്നിൽ വിശ്വസിക്കുന്ന, ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യതയിലേക്ക് ദൈവം ചേർക്കുന്നു. ഇതാണ് ബൈബിൾ എന്നതിൻ്റെ, ക്രിസ്ത്യാനിറ്റി എന്നതിൻ്റെ ആകത്തുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്രയും പറഞ്ഞപ്പോഴും വളരെ വാലിഡായിട്ടുള്ള ഒരു പേര് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല, അതെങ്ങനെ മിസ് ഔട്ടായി പോയി എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലേ? അതെ, യഹൂദൻ എന്ന പേരല്ലേ. ബൈബിളിലെ എനിക്ക് തോന്നുന്നു ലൂക്കോസ് ഒഴികെ ബാക്കി എല്ലാവരും യഹൂദന്മാരാണ് ബൈബിൾ എഴുതിയത് തന്നെ. പഴയ നിയമം മുഴുവൻ യഹൂദ പശ്ചാത്തലത്തിൻ്റെ ഉള്ളിൽ കൂടി കടന്നു വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആ പേര് ഇത്രയും നേരം ഞാൻ പരാമർശിച്ചില്ല എന്നൊരു സാമാന്യ ചോദ്യം ഉണ്ടാകും. അപ്പം അതും കൂടി പരാമർശിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. നോക്കൂ, ആദാമിനെ ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ആദാം പാപം ചെയ്തു, ആദാം വീണുപോയി, ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് നമുക്കറിയാം പിന്നീടുള്ളത് എന്താണ്? ആദാമിനെ വീണ്ടെടുക്കുന്ന, മനുഷ്യനെ വീണ്ടെടുക്കുന്ന റിഡംഷൻ പ്ലാൻ ആണല്ലേ. പക്ഷെ നോക്കി, വെറുതെ അങ്ങനെ വന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. ഇപ്പം സിമ്പിളായിട്ട് അങ്ങ് ചിന്തിക്കൂ. ആദാം പാപം ചെയ്തു, ആദാമിനെ ദൈവം എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ആദാമിനെ റിഡംഷൻ പ്ലാനിൽ കൂടി അങ്ങ് സ്വർഗത്തിൽ കൊണ്ട് നിർത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ ആദാമിന് സ്വാഭാവികമായിട്ടും തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഈ ആദാം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന് നിങ്ങൾ എടുക്കണം. കാരണം ആദാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? മാനവരാശിയാണല്ലോ. അപ്പോൾ മനുഷ്യനെ അങ്ങനെ കൊണ്ട് നിർത്തുമ്പം സ്വാഭാവികമായിട്ടും ഇപ്പം എന്നെ എടുത്തോളൂ എക്സാമ്പിൾ. നിത്യതയിൽ ചൊല്ലുമ്പോൾ ഞാൻ ദൈവത്തിനോടൊരു ചോദ്യം ചോദിക്കുക, അതിപ്പം എന്നെ കാൽവറിയിൽ നിന്ന് രക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് എൻ്റെ നീതി കാണിക്കാൻ ഒരു അവസരം തന്നായിരുന്നെങ്കിൽ ഞാനത് വിജയിച്ചേനെ ഉറപ്പായിട്ടും എന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാം സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവരുത്. മനുഷ്യൻ
എത്ര ശ്രമിച്ചാലും ദൈവനീതിയുടെ മുന്നിൽ അവൻ ഒരിക്കലും എത്താൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് യഹൂദന്മാർ. അതിനു വേണ്ടിയിട്ട് ദൈവം എടുത്തു വെച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് പ്രവർത്തികൾ കൊണ്ട് ദൈവനീതിയോട് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതൊരിക്കലും മതിയാകില്ല എന്നതിൻ്റെ പ്രൂഫാണ് യഹൂദന്മാരുടെ കാലഘട്ടം. നോക്കിക്കേ, യഹൂദ എന്നൊരു ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു എല്ലാ മാനവരാശിയിൽ നിന്നും, അല്ലേ? അവർ ഏറ്റവും ബുദ്ധിശാലികളായിരുന്നു, ഏറ്റവും കഴിവ് കൂടിയവരായിരുന്നു. അങ്ങനെ ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നല്ല കഴിവും നല്ല എല്ലാ യോഗ്യതകളും ഒക്കെ കൊടുത്തിട്ട് അവർക്കൊരു നിയമം ദൈവം കൊടുത്തു, ന്യായപ്രമാണം, അല്ലേ? എന്നിട്ട് പറഞ്ഞു, വെറുതെ കൊടുക്കുകയല്ല ചെയ്തേ, അതിന് റീഇൻഫോഴ്സ്മെൻറ്റും കൊടുത്തു. നീ ഇത് ചെയ്താൽ ഞാൻ ഇത് തരാം, നീ ഇത് പാലിച്ചാൽ ഞാൻ നിന്നെ ഇങ്ങനെ അനുഗ്രഹിക്കാം, ഇങ്ങനെ സമ്മാനങ്ങളും കൊടുത്ത് ഇത് ചെയ്താൽ കിട്ടാവുന്നേ. ഇതൊക്കെ കൊടുത്തിട്ടും ഏതാണ്ട് 1000 വർഷങ്ങളും കൊടുത്ത് അവർക്ക് ഇത് പ്രമാണിക്കാൻ. പക്ഷെ ജനം എന്ത് ചെയ്തു? ഒരിക്കലും അവർക്ക് അത് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അത് എന്താണ്? ഒരു പ്രൂഫാണ്. ഇപ്പം ഞാൻ പോയിട്ട് പറയുക, എനിക്കൊരു അവസരം തന്നായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരെ ഒരു യഹൂദൻ്റെ പിടിച്ച് മുന്നോട്ട് നിർത്തിയിട്ട് പറയും, മോനെ നിന്നേക്കാളും കഴിവുള്ള ഒരുത്തിന് ഞാനിത് കൊടുത്തായിരുന്നു, അവന് പറ്റിയില്ലെങ്കിൽ നിനക്കും പറ്റില്ല. അപ്പം നമ്മൾ ഓരോ യഹൂദനിലെ നോക്കുന്നത്, അതുകൊണ്ട് യഹൂദന്മാർക്ക് രക്ഷയില്ലെന്നല്ല കേട്ടോ. അതൊക്കെ ബൈബിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ യഹൂദൻ്റെ രക്ഷയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അത്രയും കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ ടോപ്പിക്കിൽ മാത്രം നിന്നുകൊണ്ട് പറയുകയാണ്. യഹൂദൻ്റെ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? പ്രവർത്തിയാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തിൻ്റെ നീതിയോട് നമുക്ക് ഒട്ടും അടുത്തുപോലും എത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൻ്റെ ആകത്തുകയുടെ ഉള്ളിൽ വരുന്ന ഒരു കാലഘട്ടമാണ് യഹൂദൻ്റെ കാലഘട്ടം. അത് നമുക്ക് കാണിച്ചു തരുന്നത് ദൈവനീതിയുടെ മുന്നിൽ ഒരിക്കലും നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നും, ഏദൻ തോട്ടത്തിൽ വീണുപോയ ആദമിന്, മനുഷ്യരാശിക്ക് ഒരേ ഒരു രക്ഷ കാൽവറി ക്രൂശിൻ്റെ മുകളിൽ യേശു കർത്താവ് യാഗമായി നേടിത്തന്ന നീതി മാത്രമാണ് നമ്മൾക്കിനിയും ആശ്രയമെന്നും നമ്മൾ മനസ്സിലാക്കണം. ആ നീതിയുടെ മറവിൽ നിന്ന് നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് പ്രശംസിക്കാൻ വേറെ ഒരു ഓപ്ഷനുമില്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ക്രൂശും യേശു കർത്താവ് നേടിത്തന്ന പരമനീതിയുമാണ്. നോക്കിക്കേ, എത്ര സിമ്പിളാണല്ലേ ബൈബിളിൻ്റെ ഉപദേശം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ആദാമിനോട് ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാഞ്ഞതെന്ന്? 2 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അത് ഓൾറെഡി ദൂതന് ദൈവം വിധിച്ചു. അപ്പോൾ മനുഷ്യനും തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് അതേ സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. കാരണം ദൈവം എന്താണ്? നീതിമാനായ ദൈവമാണ്. 1. 2, അപ്പോൾ ദൈവം ക്ഷമിച്ചായിരുന്നെങ്കിൽ ആദാമിന് 2 ഓപ്ഷൻ. ഒന്നുകിൽ പിറ്റേ ദിവസം വീണ്ടും പോയി ആദാം അത് ചെയ്യും, അപ്പം വീണ്ടും ബാക്ക് ടു സ്റ്റോറി 1. അല്ലെങ്കിൽ ആദാമിൻ്റെ സ്വയം നീതിയിൽ ഇങ്ങനെ വളർന്നു വരുമോ, ഞാനിത് ചെയ്തു, ഞാനിത് ചെയ്യാതിരുന്നു, ഞാനിത് നേടി എന്ന തോട്ടുണ്ടാവും. അത് സ്വയനീതിയാണ്. ഒരിക്കലും അങ്ങനെ സ്വയനീതിയുള്ള ഒരു മനുഷ്യനെ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ പോയി ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ദൈവം ക്ഷമിക്കാതിരുന്നത്. അതിലും വലിയൊരു പ്ലാനായിരുന്നു ദൈവം ഒരുക്കി വച്ചിരുന്നത്. അത് കാൽവറി ക്രൂശിൽ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമാക്കി നമ്മൾക്കെല്ലാവർക്കും വേണ്ടി നേടിത്തന്ന രക്ഷയാണ്. ആ രക്ഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.